ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അതുല്യ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ യഥാർത്ഥ പേരല്ല അതുല്യ, എങ്കിലും അങ്ങനെ വിളിച്ചാൽ മതി. എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഭർത്താവ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം ഞാൻ ഗർഭിണിയായി. ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ഉടനെയൊന്നും കുട്ടി വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു കുട്ടിയായാലും കുഴപ്പമില്ല, കാര്യം ഭർത്താവിന് മാത്രമേ അന്ന് ജോലിയുള്ളൂ. ഞാനാണെങ്കിൽ കെമിസ്ട്രിയിലും മാത്സിലും നല്ല വിദഗ്ധയാണ്. ഡിഗ്രിക്കൊക്കെ റാങ്ക് ഹോൾഡറായിരുന്നു ഞാൻ. പിന്നീട് ഒരു സ്ഥാപനത്തിൽ ചെറുതായിട്ട് ജോലി ചെയ്തു. ആ സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഒരു PSC ജോബ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഗർഭിണിയാകുകയും കുട്ടിയെ വളർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് നടന്നില്ല. ഞാനിപ്പോഴും PSCക്ക് പഠിക്കുന്നുണ്ട് മാഡം. ഭർത്താവിൻ്റെ വരുമാനം മാത്രമാണ് ആ വീടിൻ്റെ ആശ്രയം. കോവിഡ് വന്ന ആ സമയത്തൊക്കെ ഇല്ലേ, ശരിക്കും ബുദ്ധിമുട്ടി. ദാരിദ്ര്യം എന്താണെന്നറിഞ്ഞു. നല്ല വീടൊക്കെ ഉണ്ട്, എങ്കിലും അതിനുള്ളിൽ ദാരിദ്ര്യം മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസൊക്കെ പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. പിന്നീട് എല്ലാം ഒന്ന് നന്നായി വന്നു കഴിഞ്ഞപ്പോഴും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞില്ല. ഏകദേശം 1.5 വർഷത്തിന് മുമ്പ് ഭർത്താവ് എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിലിരുന്ന് PSCക്ക് വേണ്ടി പഠിക്കുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യേ, 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെയൊക്കെ എൻ്റെ അമ്മായിമ്മ എന്നേക്കാൾ നന്നായി നോക്കിക്കോളും. ആദ്യം കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഭർത്താവ് പറഞ്ഞു, വലിയ ചെക്കന്മാർക്കും പെൺകുട്ടികൾക്ക് എടുക്കാം. കാര്യം നിനക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതല്ലേ, കണക്കിനും കെമിസ്ട്രിക്കുമൊക്കെ ട്യൂഷൻ ഇല്ലാതെ ഡിഗ്രിക്കാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്ന് പറഞ്ഞു. ഒടുവിൽ +2 മുതലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഒത്തിരി പിള്ളേർ ആദ്യം തന്നെ വന്നു. 15 പേരുണ്ടായിരുന്നു. പിന്നീട് എണ്ണം കൂടി. അപ്പോൾ 2-3 ബാച്ചാക്കി. എന്തായാലും വരുമാനം നല്ലതുപോലെ ഉണ്ടായി. എൻ്റെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കും എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഒരു ഗുണമുണ്ടാകുമെന്ന് കരുതിയതല്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അറിവിന് എപ്പോഴും ഒരു ഗുണമുണ്ടെന്ന്. അത് അന്നാണ് എനിക്ക് മനസ്സിലായത്. ശാന്തവും സമാധാനവുമായിട്ടാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത്. കുറേ നാളുകൾക്ക് മുമ്പാണ് ആ സംഭവം നടക്കുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി പോയി. ഭർത്താവ് ഓഫീസിൽ പോയിരിക്കുകയാണ്. അമ്മായിമ്മയുണ്ട്. കുട്ടിയെ അമ്മായിമ്മ നോക്കിക്കൊള്ളുമല്ലോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ടെക്സ്റ്റൈൽസൊക്കെ കയറിയിട്ട് കറങ്ങി തിരിഞ്ഞ് ഞാനൊരു 4:30 ആകുമ്പോൾ വരാം. കാര്യം 5 മണിയാകുമ്പോഴേക്കും കുട്ടികൾ വരുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, പോയിട്ടോ മോളെ, അതിനെന്താ. അമ്മയ്ക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്. അങ്ങനെ ഞാൻ പോയി മാഡം, എല്ലാം വാങ്ങിച്ചു. ഇനി ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴുണ്ട് മാഡം, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവൾ കാർ ഓടിച്ചു വന്നു. എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഓട്ടോ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നെന്ന്. ബാ, നിന്നെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അവൾ എൻ്റെ റൂട്ടിലല്ല, എന്നാലും പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ കൊണ്ടുവിട്ടു. അവൾക്കിപ്പോൾ ഗവൺമെൻറ് ജോലി ആയിട്ടുണ്ട്. ഭാഗ്യവതി. ഭർത്താവും വലിയ നിലയിലാണ്. പക്ഷേ കുട്ടികളില്ല. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ അവളെ വീടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് കയറാൻ വിളിച്ചതാണ്. അവൾ പറഞ്ഞു, പിന്നീട് ഒരിക്കൽ വരാം, ഇപ്പം ഇത്തിരി ധൃതിയുണ്ട് മോളെ എന്ന്. എന്തായാലും അവൾ ടാറ്റ പറഞ്ഞു പോയി. ഞാൻ നോക്കിയപ്പോൾ സമയം 4 മണിയാകാൻ പോകുന്നുള്ളൂ. എന്തായാലും നേരത്തെ വന്നല്ലോ. കുഞ്ഞിന് വാങ്ങിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ അത് പെട്ടെന്ന് തന്നെ കൊടുത്ത് സന്തോഷവാനാക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അകത്തേക്ക് നടന്നു. അപ്പോൾ മുൻവശത്തെ കതക് അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു മാഡം. എന്നാൽ പിന്നെ പുറകെ കൂടെ കയറിയേക്കാം, അമ്മയും കുഞ്ഞും കൂടെ കിടന്ന് ഉറങ്ങിയായിരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ പുറകുവശത്തൂടെ ചെന്നു. എന്നിട്ട് അടുക്കളയുടെ വാതിൽ തുറന്നു. അത് അടച്ചിട്ടില്ല. ഞാൻ അകത്തേക്ക് കയറി മാഡം. ആ സമയത്ത് അമ്മയുടെ മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. കതക് ചേർത്തടിച്ചിരിക്കുകയാണ്. പക്ഷേ അകത്തുനിന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായ ശബ്ദമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോയി തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി മാഡം. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു ചെക്കനാണ്. ആ ചെക്കനാണ് മുകളിൽ. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. അമ്മായിമ്മ എന്നെ കണ്ട് ഞെട്ടി എഴുന്നേറ്റു. ചെക്കനും 2 പേരും എൻ്റെ മുന്നിൽ നിന്നത് എനിക്ക് ഇപ്പോഴും ഒരു വിസ്ഫോടനം പോലെയാണ് ഓർമ്മ വരുന്നത്. ശരിക്കും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എൻ്റെ അമ്മായിമ്മ ഇത്തരക്കാരിയാണ്. അതും അവരുടെ കൊച്ചുമകനാകാൻ പ്രായമുള്ള പയ്യനാണ്. അവനോട് ഇങ്ങനെ, അവനോടൊന്നും പറയാൻ പറ്റില്ല. ചെക്കനാണ് ഇനി മുൻകൈ എടുത്തത്. എനിക്കൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കതക് വലിച്ചടച്ചിട്ട് എൻ്റെ റൂമിലേക്ക് പോയി. കുഞ്ഞെന്തെന്ന് അറിയില്ലല്ലോ. കുഞ്ഞിനെ എൻ്റെ റൂമിൽ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അവനെന്തായാലും തൊട്ടിൽ കിടന്ന കുഞ്ഞൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ റൂമിനകത്ത് കയറി കതകടച്ചു. എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് വെപ്രാളമെടുക്കുന്നു. ദേഹമാസകലം ചുട്ടു വിയർക്കുന്നു. എനിക്കറിയില്ല, വിയർപ്പ് നദി പോലെ ഒഴുകുകയാണ്. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു കാര്യം കാണുന്നത്. ഭർത്താവും ഞാനും തമ്മിൽ ഓക്കെ, അത് പിന്നെ എല്ലാവർക്കും കംഫർട്ടബിൾ ആണല്ലോ. ഇങ്ങനൊരു സീൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുമില്ല.
കാണേണ്ടി വരുമെന്ന് വിചാരിച്ചതുമല്ല. അതും വളരെ ഒതുക്കത്തിൽ നടക്കുന്ന എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന്. പുള്ളിക്കാരി ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് കേട്ടിട്ടില്ല. എപ്പോഴും ദൈവത്തെപ്പറ്റിയും ഭക്തിയെ പറ്റിയിട്ടുമൊക്കെയാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. ഇടയ്ക്ക് തമാശകളും പറയും, പക്ഷേ ഉയർന്ന ഡോസുള്ള തമാശകൾ പറയാറുമില്ല. ഇത്രയും നല്ലൊരു സ്ത്രീയിൽ നിന്ന് ഇങ്ങനൊരു ദൃശ്യം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഇവിടെ വരുന്നത് ഒത്തിരി ചെക്കന്മാരുണ്ട്, അതിൽ സൗന്ദര്യമുള്ള 10 ചെക്കന്മാരെങ്കിലുമുണ്ട്. ഇവിടെ ഇതൊരു തുടർക്കഥയാണോ എന്ന് തുടങ്ങിയതാണ്. ഈ ചെക്കൻ മാത്രമേ ഉള്ളൂ. അമ്മായിമ്മയുടെ മനസ്സ് എന്നാണ് മാറിയത്? പണ്ട് തൊട്ടേ എങ്ങനെയുണ്ടോ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാനിവിടെ ട്യൂഷൻ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയ്ക്ക് ഇങ്ങനെയുള്ള മോഹം ഉണ്ടായിരുന്നോ? അവർ ഇതിനു വേണ്ടി എവിടെയെങ്കിലും പോയിരുന്നോ? എനിക്കൊന്നും അറിയില്ല. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ആ സമയത്ത് എൻ്റെ റൂമിൽ വന്ന് ആരൊക്കെയോ മുട്ടി. നീ എന്തെടുക്കുക, ഇറങ്ങി വാ എന്നൊക്കെ അമ്മായിമ്മയുടെ മുട്ടലും തട്ടലും വിളിയൊക്കെ കേട്ടു. ഞാനൊന്നും മിണ്ടിയില്ല. കഥ കടച്ച് അതിനകത്തിരുന്നു. എൻ്റെ വെപ്രാളവും പരിവേശവുമൊക്കെ അവസാനിക്കാൻ ഒരു 30 മിനിറ്റ് എടുത്തു. പുറത്തെന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ സമയം നോക്കി കഴിഞ്ഞപ്പോഴേക്കും 4:45 ആകാൻ തുടങ്ങുന്നു. ബാക്കി കുട്ടികളൊക്കെ ഇപ്പോൾ വരും. ഇങ്ങിരുന്നാൽ പോരാ, നാണക്കേടാണ്. ഞാൻ പെട്ടെന്ന് മുഖം കഴുകി കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് അവന് വേണ്ടതൊക്കെ കൊടുത്തിട്ട് അവനെയും കൊണ്ട് മുറി തുറന്ന് പുറത്തിറങ്ങി. അമ്മായിമ്മ അടുക്കള ഭാഗത്തുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രേതത്തെ കണ്ടപോലെ നിൽക്കുകയാണ്. മോളെ, എടി നീ ഇതാരോടും പറയല്ലേ, എനിക്കൊരബദ്ധം പറ്റിപ്പോയതാണ്. ഞാൻ ചോദിച്ച അമ്മ ഈ പ്രായത്തിൽ? ഇതിനൊക്കെ പ്രായമൊന്നുമില്ല മോളെ, അറിയാതെ സംഭവിച്ചതാണ്. ആ ചെക്കൻ എൻ്റെ അടുത്ത് വന്നതാണ്. എനിക്ക് അവനോട് യാതൊരു താല്പര്യമില്ല. പിന്നെ താല്പര്യമില്ലാതെ അവനെങ്ങനാ പറന്ന് നമ്മുടെ മുറിയിൽ വന്നു? അതല്ലടി, കുറേ നാളായിട്ട് അവൻ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. 2-3 പ്രാവശ്യം. അങ്ങനെ എന്തോ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞു, ഇതൊട്ടും ശരിയല്ല, ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അറിയാമോന്ന്. അപ്പം അമ്മായിമ്മ പറഞ്ഞു, എടി നീ ആരോടും പറയരുത്, മോനോടൊന്നും നീ പറയലേ, അവനെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അറിയാതെ സംഭവിച്ചു പോയതാണ്. നീ എന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക, നീ ഒരു സ്ത്രീയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. അപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, നല്ല സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്ത സ്ത്രീയാണോ? അത് നിന്നോട് ആരാ പറഞ്ഞത്? സ്ത്രീകൾക്കും പല ഇഷ്ടങ്ങളുമുണ്ട്, മോഹങ്ങളുമുണ്ട്. ഭർത്താവ് മരിച്ചു ഒരു സ്ത്രീയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ അബദ്ധം പറ്റി. അത് നീ വലിയ പർവ്വതീകരിച്ച് കണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ഒരേ സമയം തന്നെ കാല് പിടിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അവരുടെ സ്വഭാവം കണ്ട് ഞാൻ അന്തിച്ചുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ കുട്ടിയെ അമ്മ ഏൽപ്പിച്ചിട്ട് മുകളിലേക്ക് പോയി. മുകളാണ് കുട്ടികളുടെ ട്യൂഷൻ. ഞാൻ നോക്കിയപ്പോൾ ആ ചെക്കൻ ആ കൂട്ടത്തിലില്ല. അവൻ അന്നേരം ഇറങ്ങി ഓടിക്കാണുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവില്ല. ഞാൻ ഒരുമാതിരി പിള്ളേരെ പഠിപ്പിച്ച് തീർത്തു. രാത്രി വേറൊരു ബാച്ചിലുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് വന്നു. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അമ്മായിമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. അത് കഴിഞ്ഞ് ഒരു 9-9:30 ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങി ചെല്ലുകയുള്ളൂ. അന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഭർത്താവ് എന്നോട് ചോദിച്ചു, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന്. കുട്ടി എൻ്റെ ഭർത്താവിൻ്റെ അരികിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തലവേദനയാണെന്ന്. അതെന്താ അമ്മായിമ്മയ്ക്ക് മരുമകൾക്കും ഒരേപോലെ തലവേദന? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, 2 വ്യക്തികൾക്ക് ഒരേപോലെ തലവേദന ഉണ്ടായിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ തലച്ചാടി പറിക്കാൻ വരുന്നത്, നിനക്കൊക്കെ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ബെഡ്റൂമിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് വന്നു. ഞാൻ കിടക്കുകയായിരുന്നു. സത്യം പറ, നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടായോ? ഞാൻ പറഞ്ഞു, ഉണ്ടായില്ല. പിന്നെ നിനക്കെന്താ പറ്റിയത്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് തലവേദനയാണ്. അമ്മയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് കേട്ട് സമാധാനമായില്ലെന്ന് ചോദിച്ചു. എടി, മോൻ പറഞ്ഞത് അച്ഛമ്മ അമ്മയെ വഴക്ക് പറഞ്ഞു എന്നാണല്ലോ, എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞ് വെറുതെ വന്നതാണ്, ഞങ്ങൾ രണ്ടും ഇവിടെ സംസാരിച്ചതാണെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, അല്ല, ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്, സത്യം നീ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സത്യം എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ പറയാൻ പറ്റാത്ത സത്യം? നീ പറഞ്ഞിട്ട് കിടന്നാൽ മതി പറഞ്ഞിട്ട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ വാളെടുത്ത് ഇറങ്ങരുതെന്ന് പറഞ്ഞു. നീ എന്താണെന്ന് പറ, എന്താണെങ്കിലും എനിക്ക് സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഞാൻ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചതാ എന്ന് ഭർത്താവ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പുറത്തിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ട കാഴ്ച, അതും പുറത്തുനിന്ന് കേൾക്കാം അമ്മയുടെ അലപ്പും താളിപ്പും. നമ്മളെന്താ ചെയ്യുക ഏട്ടാ? ഇത് പുറത്തെങ്ങാണം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും? കൊച്ചൊരു പയ്യനല്ലേ, ഇതെന്താ ഒരാളുമായിട്ട് മാത്രം ബന്ധമുള്ളോ? നമുക്കറിയില്ല. എന്താ ചെയ്യേണ്ടത്? എനിക്കും കൂടി നാണക്കേടാകില്ലേ? ഞാനും കൊച്ചു പിള്ളേരുമായിട്ട് ഇങ്ങനൊരു ബന്ധമാണെന്ന് നാട്ടുകാരെ പറഞ്ഞാലോ? ഞാനെന്ത് ചെയ്യും? നിങ്ങളെന്നെ സംശയിക്കില്ലേ? നിങ്ങളുടെ അമ്മയായപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കഥ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഭർത്താവ് ഞെട്ടി മുഖവും പൊത്തി മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ഞാൻ പിടിച്ച് കുളിക്കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ കൈ തട്ടി മാറ്റി. എന്നിട്ട്
കൊടുങ്കാറ്റ് പോലെ അമ്മായിമ്മയുടെ മുറിയിൽ പോയി. ഷോ, പറഞ്ഞത് അബദ്ധമായി. ഇന്നിങ്ങനെ വല്ല പ്രശ്നമുണ്ടാക്കും. ഞാൻ പുറകെ ചെന്നു. ഭർത്താവ് ഓടിച്ചെന്ന് അമ്മായിയുടെ മുറിയിൽ കയറി കഥ കടച്ചു. അമ്മയോട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയോട് ഒരാളും പറയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചെന്ന് കുറേ നേരം തട്ടി വിളിച്ചു. അകത്ത് അമ്മയും മകനും കൂടി പറയുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ഞാൻ പിന്നെയും തട്ടി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ദേഷ്യത്തിൽ കഥ തുറന്നു. ഞാൻ അകത്ത് കയറി. ആ സമയത്ത് അമ്മായിമ്മ എൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, ഇവളാണ് ഇതിനെല്ലാം കാരണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, ഇവളങ്ങനെ കാരണക്കാരിയാകും, അമ്മയും ആ ചെക്കനും കൂടി അല്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇവളാണ് ആ ചെക്കനെയും മറ്റ് ചെക്കന്മാരെയും ട്യൂൺ ചെയ്തത്. അവന്മാർക്ക് ഇവൾ ഒത്തിരി സമയം അവസരം കൊടുത്തിട്ടുണ്ട്. അതിലൊരു ചെക്കനാണ് എൻ്റെ നേർക്കും വന്നത്. എനിക്കതറിയില്ലായിരുന്നു. അവൻ എൻ്റെ പുറകെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എങ്ങനെയോ വീണു പോയതാണ്. അവൻ എന്നോട് പറഞ്ഞത് ഇവളാണ് മുൻകൈ എടുത്ത് അവനെ എല്ലാം പഠിപ്പിച്ചതെന്നാണ്. നിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ എനിക്കെന്താ പ്രശ്നം? എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് ഒത്തിരി വർഷങ്ങളായതാണ്. ഞാൻ പ്രായമായ സ്ത്രീയാണ്. എനിക്കൊരു പ്രശ്നവുമില്ല, എൻ്റെ ഭർത്താവുമില്ല. എനിക്ക് ചാർത്തം നോക്കേണ്ട കാര്യമില്ല. ഞാനൊട്ട് അടുത്ത തലമുറ ഉണ്ടാക്കാനും പോകില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ഫ്രീ ബേഡാണ്. പക്ഷേ നിന്റെ ഭാര്യ അങ്ങനെയല്ല. അവളാണല്ലോ ആദ്യം തുടങ്ങിയത്. ഇവിടെ വന്ന ചെക്കന്മാരിൽ എത്ര പേരുണ്ടെന്ന് അവളോട് ചോദ്യം. അവൾ ലിസ്റ്റ് എടുത്ത് കാണിക്കും. എനിക്കെന്തായാലും ഈ ഒരു ചെക്കൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ എല്ലാ പഴികളും എൻ്റെ മുകളിലേക്ക് ഇട്ടു. എൻ്റെ ഭർത്താവ് അത് കേട്ടിട്ട് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് അമ്മായിമ്മ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നീയാണ് കാരണക്കാരി. നിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അമ്മയെ കൂടെ നീ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞു മാഡം കാര്യങ്ങൾ. ഞാൻ മനസ്സാ വാച കർമ്മണ അറിഞ്ഞ കാര്യങ്ങളല്ല. നല്ല സ്വയംഭം ചെക്കന്മാരാണ്. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീക്കാണെങ്കിലും താല്പര്യം തോന്നും. എൻ്റെ ഉള്ളിലും ഇവരോടൊക്കെ കൊള്ളാമല്ലോ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിലുപരിയായി ടീച്ചറാണ്, ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ആണുങ്ങളുടെ നല്ല ഗന്ധം ഏതൊരു സ്ത്രീക്കും ഇഷ്ടമാണ്. ചില ചെക്കന്മാരുടെയൊക്കെ ഗന്ധങ്ങൾ എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. എന്ന് വെച്ച് അത്തരം വഴിതെറ്റലുകൾ എനിക്ക് ആവശ്യമില്ലായിരുന്നു. ഞാനൊരു വീട്ടമ്മയാണ്, ഭർത്താവിനെ വഞ്ചിക്കരുത്, ആ ബോധ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരനുഭവങ്ങളും ഇല്ലാത്ത ഞാൻ 10 പേർക്ക് പേര് ചേർക്കപ്പെട്ടു. ഒന്നുള്ള അമ്മായിയമ്മ മികച്ച രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. അവർക്ക് എണ്ണം 1. എനിക്ക് അവിടെയുള്ള ആൺകുട്ടികൾ മുഴുവൻ പേരും ഇങ്ങനെയാണെന്നും ഞാൻ അവരെയെല്ലാം വശീകരിച്ചെന്നുമായി തീർന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് കുറ്റം? എനിക്ക് മാത്രമായി കുറ്റം. ഭർത്താവ് എന്നെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഭർത്താവിനോട് ആണയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല, ഒന്നും നടന്നിട്ടില്ലെന്ന്. അപ്പം അമ്മായിമ്മ പറഞ്ഞു, ഒത്തിരി നടന്നിട്ടുണ്ടെന്ന്. ഇല്ല, ഒന്നുമില്ലെന്ന് ഞാൻ അലറിയപ്പോൾ അമ്മാവൻ പറഞ്ഞു, എങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല, എല്ലാം ഇവളുടെ കഥയാണ് എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ 2 പേർക്ക് നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ 2 പേർക്ക് നടന്നിട്ടില്ലെന്ന്. അപ്പോഴേക്ക് ഭർത്താവിന് ഏകദേശം കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും തെറ്റുകാരാണ്. അമ്മയും ഭാര്യയും കൂടെ അയാൾ പോയി കഴിയുമ്പോഴേക്കും ഇവിടെ കുമ്മാളമടിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലായി പുള്ളി. 2 പേരോടും പുള്ളി ശരിക്കും ശത്രുവിനെ പോലെയാണ് പിന്നെ പെരുമാറിയത്. രാവിലെ അദ്ദേഹം ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്തതെന്ന്. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെ നീ മാത്രം സുഖ ജീവിക്കേണ്ട കാര്യമില്ല. എടി, ഞാൻ നിന്നോട് പറഞ്ഞതാണ്, കണ്ടതിൻ്റെ മനസ്സിൽ വെക്കണം, എൻ്റെ മോനോട് പറയരുതെന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും. ഇന്ന് വരെ നിന്നോട് ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വന്നിട്ടുണ്ടോ? എനിക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ഞാൻ സാധിച്ചെടുക്കുമായിരുന്നു. അത് മുന്നേയും പിന്നെയും ഒക്കെ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിന് മകൻ്റെ അനുവാദമോ നിൻ്റെ അനുവാദമോ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ആ ചിക്കനും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് വെച്ചോ, അതിന് നീ എന്തിനാണത് കണ്ട് ഞെട്ടുന്നതും അലറി വിളിക്കുന്നതും സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ് ശീലാവധി ചമയം ചെയ്യുന്നത്? നിന്നെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന കാര്യമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ബാധിക്കില്ലേ, എൻ്റെ സ്റ്റുഡൻ്റിലല്ലത്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ നീ ആ സമയത്ത് അവന് ക്ലാസ് എടുത്ത് കൊടുക്കുക, അതല്ലാതെ നീ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമില്ല. അമ്മേ, ഇത് പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. പുറത്തങ്ങനെ അറിയും? നീ പറഞ്ഞെങ്കിലേ അറിയുകയുള്ളൂ. ആ ചെക്കൻ പ്രായപൂർത്തിയായ ചെക്കനാണ്. ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്, മുന്നോട്ട് പോകും. പക്ഷേ ഇടങ്കോലിടാൻ വന്ന് നീ ശീലാവധി ചമഞ്ഞ് ഈ രഹസ്യം എൻ്റെ സ്വന്തം മകനോട് പറഞ്ഞ് ഞങ്ങളെ 2 പേരെയും തെറ്റിക്കാൻ ശ്രമിച്ചവളാണ്. അപ്പോൾ നിന്നോട് ഞാൻ കരുണ കാണിക്കേണ്ട കാര്യമില്ല. ഇടി, പിഴുതു പോകുകയാണെങ്കിൽ 2 തെങ്ങും കൂടെ ഒരുപോലെ പിഴുതു പോകും. എന്നെ ഒറ്റ കൊടുത്തിട്ട് നീ മാത്രം അങ്ങനെ സൂക്കില്ല എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം കൊണ്ട് ആകെ കൂടി ട്വിസ്റ്റായി. ആ കുടുംബം കുട്ടിച്ചോറായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ഭർത്താവ് അന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല.
പക്ഷേ ആ ചെക്കനെ വീട്ടിൽ പോയി ആ ചെക്കനെ വിളിച്ചിറക്കി രഹസ്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ അമ്മായിമ്മയുടെ ട്രെയിനിങ് മൂലം ആ ചെക്കൻ പറഞ്ഞത് ആദ്യം ഞാനാണ് തുടങ്ങിയത്, പിന്നെ അമ്മായിമ്മയെന്നു. അതുകൂടി കെട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങേർ കുടിച്ചിട്ട് വന്ന് അന്ന് രാത്രി വലിയ ചന്ദ്രഹാസമായിരുന്നു മാഡം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് എൻ്റെ ഇമേജേ മാറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മായിമ്മയ്ക്ക് യാതൊരു കൂസലുമില്ല. പമ്മിരുന്ന അമ്മായിമ്മ മോൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ നീ നിന്റെ പാട് നോക്ക്, എൻ്റെ സ്വന്തം ശരീരം എൻ്റെ അവകാശം എന്നൊക്കെ പറയില്ല നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ സംസാരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തികളെയും ഈ ഭൂലോകത്ത് വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ അന്തർമുഖം എന്താണെന്നും അധോമുഖം എന്താണെന്നും നമുക്കറിയില്ല. വെളിയിൽ കാണുന്ന മുഖം എന്താണെന്നും ഒരു പിടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ രണ്ടുപേരെ ഭർത്താവ് വിളിച്ചു. ശാന്തതയോട് പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. എനിക്ക് ഇങ്ങനൊരു ഭാര്യയും കുട്ടിയും വേണ്ട. കുട്ടിക്ക് ചിലവിന് കൊടുക്കാം. അവൾ അവളുടെ വീട്ടിൽ പോകട്ടെ. അമ്മയുമായിട്ടും എനിക്കിനി യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എനിക്കൊരു ക്വാർട്ടേഴ്സ് കിട്ടും. അവിടേക്ക് ഞാൻ മാറി താമസിക്കാൻ പോവുകയാണ്. എനിക്ക് ഫാമിലി വേണ്ട. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പെണ്ണെ കണ്ടെത്തുകയാണെങ്കിൽ നല്ലൊരു പെണ്ണെ കണ്ടെത്തും എന്ന് ഭർത്താവ് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. അമ്മായിമ്മ അധികമൊന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ ചേട്ടനെ ഉപേക്ഷിക്കരുതേ പോകരുതേ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഭയങ്കര കരച്ചിലും വീഴ്ചിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഭർത്താവ് അവിടെ നിന്നില്ല. കെട്ടും പാട്ടൊക്കെ ഇറങ്ങിയിട്ട് ക്വാർട്ടേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് പോയി മാഡം. എനിക്കാണെങ്കിൽ പോകാനൊരു ഇടമില്ല. കാര്യൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ഭർത്താവ് അങ്ങനെ വിളിച്ച് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം പുള്ളിക്കും നാണക്കേടുണ്ട്. പുറത്തറിഞ്ഞാലും നാണക്കേടാണ്. ഇതിപ്പം ക്വാർട്ടേഴ്സ് ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ പോയി നിൽക്കാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഉച്ചവരെ കുഞ്ഞിനെയും കൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് വിചാരിച്ച് ഞാൻ എല്ലായിടത്തും ബാഗ് വെച്ചിട്ട് അമ്മയോടുകൂടി ഒരു വാക്ക് പറഞ്ഞേക്കെന്ന് വെച്ചിട്ട് അമ്മയുടെ മുറിയിൽ ചെന്നു. അമ്മ ഒന്നും കഴിക്കാതെ കിടക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി. കാര്യം ശരിക്കും എൻ്റെ നാക്കിൻ്റെ പിഴ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആ സന്ദർഭത്തിൽ ഞാനത് കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കാതെ പോകണമായിരുന്നു. പിന്നീട് അമ്മായിമ്മ ഉപദേശിക്കണമായിരുന്നു. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഞാൻ എടുക്കണമായിരുന്നു. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് വലിയ അബദ്ധമായി പോയി. അയാൾ എടുത്തുചാട്ടക്കാരനാണ്. അമ്മായിമ്മയും ആ സമയത്ത് ചൂട് പിടിച്ചു. എനിക്കെതിരെ പറയുകയും ചെയ്തു. അല്ലെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്തു പോകുമല്ലോ. അമ്മയെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ വീട്ടിലേക്ക് പോവാണ് കുഞ്ഞിനെയും കൊണ്ടെന്ന്. അപ്പോഴേക്കും അമ്മയുടെ ഭാവം മാറി. വേണ്ട, നീ ഇവിടെ നിങ്ങും പോകുന്നില്ല. ഇത് എൻ്റെ വീടാണ്. ഇവിടുത്തെ 50 സെൻറ്റ് സ്ഥലവും ഈ വീടും എൻ്റെ പേരിലാണ്. ഇതിൻ്റെ അവകാശി ഞാനാണ്, അവനല്ല. അതുകൊണ്ട് നീയും കുഞ്ഞും ഇവിടെ നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകൻ്റെ ഭാര്യയാണ് നീ, മകൻ്റെ കുഞ്ഞുമാണ്. നീ എങ്ങും പോകുന്നില്ല. നീ ഇനിയും ട്യൂഷൻ എടുക്കും. അവൻ ക്വാർട്ടേഴ്സിൽ പോയിട്ട് എത്ര നാളങ്ങനെ നിൽക്കുന്ന ആർക്കറിയാം. എടീ, അവൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ. എൻ്റെ മോനല്ലേ തത്തിത്തുള്ളി ഇങ്ങി വരുമെന്ന്. ഞാൻ പറഞ്ഞമ്മേ എൻ്റെ വീട്ടിലേക്ക് മറ്റും വിളിച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമെന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഓ അതൊന്നും ഇല്ലടി. കാര്യം അവനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ നാണക്കെടും. അമ്മയും ഉണ്ട്, സ്വന്തം ഭാര്യയുണ്ട്. ഒരാണിൻ്റെ കഴിവുകേടെന്നല്ലേ പറയുകയുള്ളൂ. അവൻ ആരോടും പറയില്ല. എന്തായാലും നിന്നെ ഉപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ തിരിച്ച് തത്ത പറന്നു വരുന്ന പോലെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മായിമ്മയോട് ഞാൻ ക്ഷമ ചോദിച്ചു, അമ്മ അറിയാതെ പറ്റിപ്പോയതാണെന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എടീ രണ്ടുപേര് തമ്മിലുള്ള ബന്ധം കണ്ടിട്ട് ഇത്രയും കിടന്ന് ചാടേണ്ട കാര്യമില്ല. അറിയാതെ പറ്റിപ്പോയതാണ്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നീയാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ചില വാഗ്വാദങ്ങളും തർക്കങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും പരസ്പരം രണ്ടുപേരും തെറ്റുകാരാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ സോറി പറഞ്ഞു. ഹസ്ബൻഡിനെ ഞങ്ങൾ വിളിച്ചു. പുള്ളി പറഞ്ഞു, ഇങ്ങോട്ടേക്കില്ല. 2 ഡാഷ് പെണ്ണുങ്ങളുടെ കൂടെ താമസിക്കാൻ അങ്ങേർക്ക് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരെയും കഠിനമായി തെറി വിളിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ ഭാഗത്തു നിന്നും ഒരു ഹോപ്പുമില്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ. നാട്ടുകാരോട് ഇത് പറയാൻ പറ്റുമോ? വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റുമോ? ഇനി പിണങ്ങിപ്പോയെന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരിക്കാം. അതല്ലാതെ അതിൻ്റെ ഉൾക്കഥ ഇതാണെന്ന് പറയാൻ പറ്റുമോ മാഡം? ഇല്ലല്ലോ. അങ്ങനെ ഞാനും അമ്മായിമ്മ കൂടെ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങേരെ പൈസ തരാതായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ട്യൂഷൻ്റെ കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പൂർവാധിക ഭംഗിയായി ദുഃഖം മറിച്ച് ട്യൂഷൻ അങ്ങെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഒരു 45 ദിവസത്തോളം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റ് പെയിൻ പിന്നെ വന്നിട്ടുമില്ല. പിന്നീട് അമ്മാമ്മ എന്നോട് ചോദിച്ചു, എടി ആ ചെക്കൻ്റെ അച്ഛനൊക്കെ ഭയങ്കര പണമുള്ളതാണ്. നിനക്കറിയാമല്ലോ. ആ ചെക്കന് ഇനി ട്യൂഷന് വരുന്നതിൽ വല്ല പ്രശ്നമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞമ്മേ പിന്നെയും പ്രശ്നം ഉണ്ടാകില്ലേ? ആ ഇനി ഇവിടെ ആര് പ്രശ്നം ഉണ്ടാക്കാനാ? ചേട്ടൻ അറിഞ്ഞാലോ? പിന്നെ പേട്ടൻ അവൻ ഇങ്ങോട്ട് വരുന്നേയില്ല.
അവൻ അറിഞ്ഞ ഇനി എന്താണ്, ഇതിൽ കൂടുതൽ എന്തുണ്ടാകാനാണ്? ഇനി നമുക്ക് രണ്ടും കൽപ്പിക്കാം. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എടി, ആ ചെക്കനില്ലേ വന്നപ്പോൾ മുതൽ എന്നെ ഇഷ്ടമാണ്. ഇത്തിരി പ്രായമുള്ള സ്ത്രീകളെയാണ് അവന് ഇഷ്ടം തോന്നുന്നു. ഞാൻ പറഞ്ഞ ആ ചെക്കൻ എന്ത് കേൾക്കും? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, അവൻ ഇനി വരുന്നത് നീ അങ്ങ് കണ്ണടച്ചാൽ മതി. നീ ട്യൂഷൻ എടുത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വസൂലാക്കാം. അമ്മ അവരൊരു കൊച്ചിയക്കനല്ലേ? എടി, കൊച്ചിയക്കനാണെങ്കിലും ആ ചെക്കൻ്റെ കയ്യിൽ കെട്ടുകണക്കിന് രൂപയുണ്ട്. അവൻ്റെ എല്ലാ ഹിസ്റ്ററി എനിക്കറിയാം. വീട്ടിൽ ഇഷ്ടം പോലെ കാശ് കയ്യിൽ തെറ്റാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് അവൻ്റേത്. പ്ലീസ് നീ ഒന്ന് സമ്മതിക്കൂ. ഒരു റിസ്ക് ഇല്ലടി. അവൻ ട്യൂഷന് വരുന്നവർ ഇവിടെ വരും. ബാക്കിയെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. നമുക്ക് കുട്ടിക്കും കഴിയണ്ടേ? എൻ്റെ മോൻ ഈ അടുത്ത കാലത്ത് തിരിച്ചു വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. വരുമായിരിക്കാം. അവൻ ഒരു പാഠം പഠിച്ചിട്ടേ വരികയുള്ളൂ. ഇനി വേറെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് വേറെ കെട്ടാൻ പറ്റുമോ? വല്ല ഉദ്ദേശമുണ്ടെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ കരഞ്ഞു. അമ്മാമ്മ പറഞ്ഞു, കരഞ്ഞിട്ടൊരു കാര്യമില്ല, എന്തായാലും സംഭവിച്ചു പോയി, നമുക്കിവിടെ ജീവിക്കാവടി, നീ ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. പിന്നെ കണ്ണടച്ചാലും കണ്ണടച്ചില്ലെങ്കിലും ഇനി എന്താകാനാ? അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ചെക്കനെ വിളിക്കാൻ തുടങ്ങി. ചെക്കൻ വരും. ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഭർത്താവ് പിണങ്ങിപ്പോയതും ഇപ്പോൾ വരുമാനത്തിന് വഴിയില്ലാത്തതും. ചെക്കൻ ഉടനെ തന്നെ വാഹനം എടുത്തുകൊണ്ട് വെളിയിൽ പോയി. തിരിച്ചു വന്നത് 1,00,000 രൂപയായിട്ടാണ്. അത് അമ്മായിമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാനില്ലേന്ന്. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു സംഭവമായിരുന്നു. ഞാൻ അവനെ പിന്നെ പഠിപ്പിച്ചൊന്നുമില്ല. അവൻ ട്യൂഷനാണെന്ന് പറഞ്ഞിവിടെ വരും. ആ സമയത്തൊക്കെ അമ്മായിമ്മയുടെ മുറിയിലായിരിക്കും അവൻ. അമ്മായിമ്മ അവനെ തത്ത എഴുതാൻ പഠിപ്പിച്ചു. പിന്നെ കണക്ക് കൂട്ടലുകൾ, ഉത്തോലകം, അങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. ചില സമയത്ത് അമ്മായിമ്മ അകത്തുനിന്ന്, മോനെ ലസാഖു കാണണമെങ്കിൽ നീ ഉസാഖു എന്താണ് പഠിക്കണമെന്ന് അങ്ങനെ പല പാഠങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. അവരുടെ ശബ്ദങ്ങൾ കേട്ട് പുറത്തുനിന്ന് എനിക്ക് ആ കൂടി നാണമായി. എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്ത സംഭ്രമം പിന്നെയും ഉണ്ടായി. എനിക്ക് ഒരു നാണം. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും മെച്ചമുണ്ടാകുമായിരുന്നു. ഇല്ല, അവർ തമ്മിൽ എത്ര പ്രായവ്യത്യാസമാണ്. ഒരു കൊച്ചിയർക്കനും നല്ല പ്രായമായ സ്ത്രീയും. പക്ഷേ അവർ മുഴക്കുന്ന ഘോഷങ്ങളുടെ പകുതി പോലും ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള നേരങ്ങളിൽ ഉണ്ടാകാറില്ല. അവർ ശരിക്കും നല്ല ഇണപ്രാവുകളാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതാണ്. എൻ്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഞങ്ങളുടെ ജീവിതം ഇത്രയും ആഘോഷങ്ങൾ നിറഞ്ഞതായിരുന്നില്ല. അമ്മായിമ്മ എത്ര സന്തോഷവതിയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, ഉള്ളത് പോവുകയും ചെയ്തു. എൻ്റെ ജീവിതം കുളമായല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എടി, അവനിപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയില്ല. എന്തായാലും പേരുദോഷമാണല്ലോ, നിനക്ക് ഇവനെ ഒന്ന് സ്വീകരിച്ചുകൂടെ? അവനും വ്യത്യസ്തമായ മാർഗങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമില്ലെന്ന് ചോദിച്ചു. വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സും അമ്മായിമ്മയ്ക്ക് ഒപ്പമായി പോയി. അമ്മായിമ്മയെ കുറ്റം പറഞ്ഞിട്ട് ഈ ഒരു പാതയിലേക്ക് വള്ളം തൊഴിയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അമ്മായിമ്മ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തല്ലേ. അങ്ങനെ അവനും കടന്നു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവും വേറൊരു പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. കിളന്നപ്പോഴും കിളന്ന് തന്നെ കാട് കുലുക്കി വരുന്ന ഇളം കൊമ്പനെ എനിക്ക് സമ്മാനിച്ച അമ്മായിമ്മയും ഞാനും ശരിക്കും ഇപ്പോൾ ഫ്രണ്ട്സിനെ പോലെയാണ്. അവൻ ഞങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് മാഡം. അവനൊരു റിച്ച് കുട്ടനാണ്, റിച്ച് കുട്ടൻ. എന്തായാലും ഇങ്ങനെ പോവുകയാണ്. ഇതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. അമ്മായിമ്മയ്ക്ക് പ്രശ്നമില്ലല്ലോ, എനിക്കാണ് പറ്റിയത്. ചെക്കൻ തന്നെ ഗുളിക വാങ്ങിച്ചു കൊണ്ടുവന്ന് അതൊഴിവാക്കുകയും ചെയ്തു. അന്ന് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോഴും മുന്നോട്ട് പോകണം. കാര്യം ഭർത്താവ് 8ക്കും 7ക്കും അടുക്കുന്നില്ല. വരുവാൻ തോന്നുന്നില്ല മാഡം. അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിച്ച് വേറെ കല്യാണമെല്ലാം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാഡം, ഞാൻ തനിയെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കാൻ ഡോക്ടർമാർ എന്നെ സഹായിക്കുമോ? അത് ഭർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ? ഞങ്ങളുടെ കാര്യത്തിന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെക്കനെ വിളിച്ചുകൊണ്ട് ഭർത്താവാണെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. ഞാനും അമ്മായിമ്മയും കൂടെ പോയാൽ മതിയോ മാഡം? അങ്ങനെ പറ്റുമോ? എനിക്ക് അത്യാവശ്യമാണ്. ഇനി അബദ്ധം ഉണ്ടാകരുതല്ലോ. ഇങ്ങനെ മുന്നോട്ട് പോയാലേ ജീവിതം പച്ച പിടിക്കൂ. ചെയ്യുന്ന തെറ്റാണെങ്കിലും എനിക്ക് വേറെ പോകാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് മാഡം ഇതിന് മറുപടി തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ നമുക്കിപ്പോൾ സദാചാരപരമായിട്ടുള്ള മറുപടി കൊടുക്കാനില്ല. അവർ ചോദിച്ചതിന് ഉത്തരമാണ്. ശരിയാണ്. ഇങ്ങനെ സുരക്ഷിതത്വമൊന്നുമില്ലാതെ തുടരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകും. അത് പിന്നെ ഒഴിവാക്കുമ്പോൾ ശരീരത്തിന് അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഭവിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹ്രസ്വകാലത്തേക്ക് 1, 2, 3 വർഷം അങ്ങനെ നിക്ഷേപിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അത് നടത്താവുന്നതാണ്. അതിനിപ്പോൾ ഭർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല. അദ്ദേഹം അടുത്ത ജില്ലയിൽ ജോലിയാണ്, അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ വരുള്ളൂ, ഞായറാഴ്ച വരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ അമ്മായിമ്മ കൂടെ പോയിട്ട് അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഓക്കെ ആക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് മുന്നനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് നല്ലൊരു ജീവിതമാർഗ്ഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപദേശിക്കാൻ പറയാത്തതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഈ ഒരു മാർഗം സ്വീകരിക്കുക.